ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജിദാസ് ക്രിയേഷൻ. ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, സാജിദ സ്റ്റിച്ചിങ് ഒക്കെ നിർത്തി കുപ്പിയും പാട്ടയൊക്കെ പിറക്കാൻ പോകാൻ തുടങ്ങിയൊന്ന്. അങ്ങനെയൊന്നുമില്ല, ഇല്ലാന്ന് തീർത്ത് പറയാൻ പറ്റില്ല. അത്യാവശ്യം കുറച്ച് കുപ്പിയൊക്കെ പിറക്കി. ഈ കുപ്പിയൊക്കെ വെച്ചിട്ട് എന്താ പരിപാടി എന്നല്ലേ, എൻ്റെ വീട്ടിലെ ലിവിങ് റൂമിൽ ഒരു ഷോ പീസൊക്കെ വെക്കാൻ പറ്റിയൊരു ഷെൽഫുണ്ട്. അവിടെ പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് ഡിസൈൻ ചെയ്ത് വെക്കണം എന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ കരുതി അതിൻ്റെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. വളരെ സിമ്പിളായിട്ടും എന്നാൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുമാണ് ഞാനിത് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന വിധത്തിൽ വളരെ സിമ്പിൾ മെത്തേഡാണ്. അതിന് നമുക്ക് വേണ്ടത് ബോട്ടിലാണ്. ഈ ബോട്ടിൽ എന്തിൻ്റെ ബോട്ടിലാണെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരണ്ട. റോഡ് സൈഡിലൊക്കെ ഒത്തിരി കാണാം. അതൊന്ന് പറക്കിയെടുക്കണം എന്നതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെ പറക്കിയെടുത്തിട്ടുള്ള കുറച്ച് ബോട്ടിൽസാണ് ഞാൻ ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ ഇതുപോലെയുള്ള ബോട്ടിൽ തന്നെ ഉപയോഗിക്കണമെന്നില്ല. നിങ്ങൾക്ക് വേറെ ബോട്ടിൽസ് ഉണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. ഇത് ഏത് കളറുള്ളതായാലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ബോട്ടിൽ നമുക്ക് ലഭിക്കുമ്പോൾ കണ്ടോ, ഇതേപോലെ സ്റ്റിക്കറൊക്കെ ഉണ്ടാവും. അതുകൂടാതെ നല്ല ചളിയൊക്കെ ഉണ്ടാവും. ഈ സ്റ്റിക്കർ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ബക്കറ്റിലോ മറ്റോ വെള്ളം എടുത്തിട്ട് അതിൽ നന്നായി മുക്കി വെക്കാം. അതിനുശേഷം ഒരു സ്ക്രബ്ബറോ അല്ലെങ്കിൽ ബ്രഷോ എന്തെങ്കിലും വെച്ച് നന്നായി ഉരച്ച് കഴുകിയിട്ട് ഇതിൻ്റെ സ്റ്റിക്കറും ചളിയും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കണം. പെയിൻറ് ചെയ്യാൻ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് പെയിൻ്റ് ആണ്. ഇത് ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഒരു ബ്ലാക്ക് കളർ ഇനാമൽ പെയിൻ്റ് ആണ്. ഇതെല്ലാ പെയിൻറ് കടയിലും അവൈലബിൾ ആണ്. അവിടെ പോയിട്ട് ഒന്നുമില്ലെങ്കിൽ ജനലിനൊക്കെ നമ്മൾ പെയിൻറ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്ലാക്ക് പെയിൻ്റ് എന്ന് പറഞ്ഞാൽ മതി. ഇത് പല റേറ്റിലും നമുക്ക് അവൈലബിൾ ആണ്. ഇത് 200 ml പെയിൻ്റാണ്. 200 ml ഒന്നും വേണ്ട, നമുക്കിതുപോലെ വളരെ ചെറിയൊരു ബോട്ടിൽ മതി. ഈ ഒരു ബോട്ടിലിന് 25 രൂപയാണ് റേറ്റ് വരുന്നത്. വലുതിന് 75 രൂപയും 50 രൂപയുടെ പെയിൻറ്റും ഉണ്ട് കേട്ടോ. ഇത് ഫാബ്രിക് പെയിൻ്റാണ്. ഇത് ഒന്നിന് 25 രൂപയാണ് വില വരുന്നത്. റെഡ് കളർ പെയിൻ്റാണ് ഞാൻ അതിന് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വൈറ്റും നമുക്ക് ആവശ്യമാണ്. വൈറ്റും റെഡും ഫാബ്രിക് പെയിൻറ്റും അതുപോലെ തന്നെ ബ്ലാക്ക് ഇനാമൽ പെയിൻറ്റുമാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് വേണ്ടത് സ്പോഞ്ചാണ്. നിങ്ങളുടെ കയ്യിൽ സ്പോഞ്ച് ഇല്ല, ബ്രഷ് ഉണ്ടെങ്കിൽ അതായാലും മതി. സ്പോഞ്ച് നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന സ്പോഞ്ചിൻ്റെ ഒരു ചെറിയ പീസ് എടുത്താലും മതി. ഗ്ലൗസ് നിർബന്ധമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ കൈക്കൊക്കെ പെയിൻ്റായി വൃത്തികേടാവും. അത് ക്ലീൻ ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ബ്രഷ് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ കൈക്ക് അങ്ങനെ പെട്ടെന്നൊന്നും പടരില്ല. പക്ഷെ സ്പോഞ്ച് കൊണ്ട് ചെയ്യുമ്പോൾ കൈക്ക് നന്നായി അത് പടർന്നു വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പെയിൻ്റ് ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. അതിനുശേഷം സ്പോഞ്ച് പെയിൻറ്റിലൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് അത് ഇതുപോലെ ബോട്ടിലൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നും ചെയ്യേണ്ട. ഈ ഒരു മെത്തേഡ് തന്നെയാണ് മുഴുവനും ഫോളോ ചെയ്യേണ്ടത്. പെയിൻറ്റ് നമ്മൾ സ്പോഞ്ചിൽ നല്ലോണം ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ ഒന്ന് ഒലിച്ചു പോവും. ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ഈ പെയിൻറ്റ് മുഴുവനായും ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. ബ്രഷ് കൊണ്ട് ചെയ്യുന്നതിനേക്കാളും ഈസിയാണ് നമുക്ക് ഇതേപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാൻ. എല്ലാ ബോട്ടിലും നമുക്ക് ഇതേപോലെ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേറെ കളറാണ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊരു 24 മണിക്കൂർ ഉണങ്ങാൻ വെക്കാം. കണ്ടോ, ഇതിപ്പോൾ നന്നായി ഉണങ്ങി ഫിനിഷായി വന്നിട്ടുണ്ട്. നല്ല ഷൈനിങ് ഉള്ള പെയിൻറ് കൂടിയാണിത്. ഇനാമൽ പെയിൻറ് നിങ്ങൾക്കറിയാം, നല്ല ഷൈനിങ് ഉണ്ടാവും, നല്ല ഫിനിഷിങ്ങും ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടത് ബഡ്സാണ്. ഈ ബഡ്സ് വെച്ചിട്ട് ചെറിയ ഡോട്ട്സ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാനത് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വൈറ്റ് കളർ എടുക്കാം. വൈറ്റും റെഡും മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതേപോലെ ബഡ്സ് പെയിൻറ്റിൽ മുക്കിയതിന് ശേഷം ബോട്ടിലിൻ്റെ സെൻറ്ററിൽ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. കണ്ടോ, ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് റെഡ് പെയിൻറ്റും ഇതേപോലെ ബഡ്സിൽ മുക്കിയിട്ട് ഇതേപോലെ ഈ റൗണ്ടിന് ചുറ്റും നമുക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഈ ഡോട്ട്സ് തന്നെയാണ് എല്ലാ ബോട്ടിലും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു ഡിപ്പ് ചെയ്തിട്ട് തന്നെ ആ റൗണ്ട് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഞാൻ വൈറ്റാണ് എടുക്കുന്നത്. വൈറ്റും സെയിം മെത്തേഡിൽ ആ റൗണ്ട് ഒന്ന് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ഓരോ ഡോട്ട്സ് ഇട്ടിട്ട് നമ്മൾ ചെയ്യുക. ആദ്യം വൈറ്റ്, പിന്നെ റെഡ്, പിന്നെ വൈറ്റ്, പിന്നെ റെഡ്, അങ്ങനെ ഒരു മെത്തേഡിൽ ഒരു റൗണ്ട് ഷേപ്പാണ് ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഡിസൈൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വരക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലത് ഏത് രീതിയിലും വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വരക്കാൻ എനിക്ക് തീരെ അറിയില്ല, അതുകൊണ്ടാണ് ഇതേപോലെ ഡോട്ട്സ് വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ വൈറ്റ് മാത്രം വെച്ചിട്ടും അതുപോലെ തന്നെ റെഡ് വെച്ചിട്ടും സെയിം മെത്തേഡിലും ഒക്കെ നമുക്ക് ചെയ്യാം. അത് വലുതായിട്ടും ചെറുതായിട്ടും എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്തെടുക്കാം.
ഇതുപോലെ ഡോട്ട്സ് ഇട്ടിട്ട് തന്നെ പല ഡിസൈൻസും ഞാൻ ബോട്ടിലിൽ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഈ ബോട്ടിൽ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വൈറ്റ് ഡോട്ട്സ് വെച്ചിട്ടും കുറച്ച് റെഡ് വെച്ചിട്ടും ഒക്കെയാണ് ഫുള്ള് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലെ ഡോട്ട്സ് മാത്രം വെച്ച് ഡിസൈൻ ചെയ്ത കുറച്ച് ബോട്ടിൽസ് കാണാം. മുഴുവൻ ബ്ലാക്ക് പെയിൻറ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സെൻറ്റർ ഭാഗം വരെ വൈറ്റ് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് മുകളിലും താഴെയും റിബൺ കെട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ബോട്ടിൽ നോക്കുക, ഇതൊരു ഫ്ലാറ്റ് ടൈപ്പ് ബോട്ടിലാണ്. അതിൻ്റെ സെൻറ്ററിൽ ഞാൻ നേരത്തെ ചെയ്തതുപോലെ 2 കളറും റൗണ്ടിൽ ചെയ്തിട്ടുണ്ട്. ബാക്കി വശത്തൊക്കെ ഇതുപോലെ വൈറ്റ് ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അത് നമുക്ക് 2 സൈഡും വേണമെങ്കിലും ഷോ പീസായിട്ട് വെക്കാം. അതുപോലെ 3 ബോട്ടിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാം ഒരേപോലുള്ള 3 ബോട്ടിലാണ്. അത് 3ഉം കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷമായി. അത് ഇതുപോലെ ഡിസൈൻ ചെയ്ത് വെച്ചു. ഇതും ഞാൻ നേരത്തെ ചെയ്ത സെയിം മെത്തേഡാണ്, പക്ഷെ വൈറ്റ് മാത്രമാണ് ഇതിൽ ഡോട്ട്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതും നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ബോട്ടിലിൻ്റെ ഒരു രീതി തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ താഴ്വശത്താണ് ഡോട്ട്സ് ഇട്ട് കൊടുത്തത് എന്ന് മാത്രം. അതായത് ഒരു ചെറിയ ഡോട്ട്സ് പല രീതിയിൽ ചെയ്തെടുത്തതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഇനി ഇതിലെങ്ങനെയാണ് റിബൺ കെട്ടിക്കൊടുക്കാൻ നോക്കാം. സാറ്റിൻ റിബണാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അത് ഈ വൈറ്റ് ഡോട്ടിൻ്റെ തൊട്ട് മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കാം. കണ്ടോ, ഇതേപോലെ വെച്ചിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുട്ടികളുടെ ഫ്രോക്കിൻ്റെ ഒക്കെ പിറകുവശം കെട്ടുന്നില്ലേ, ജസ്റ്റ് ഒരു ബോ വെച്ചിട്ട്, അതുപോലെ ഒരു ബോ ടൈപ്പിൽ ഇത് കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബാലൻസ് ഉള്ള റിബണൊക്കെ കട്ട് ചെയ്ത് ഒരു ഫിനിഷിങ് ലുക്കിൽ കൊണ്ടുവരിക. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുത്താൽ വളരെ നല്ലതാണ്. ഒന്ന് തീയിൽ കാണിച്ചു കൊടുത്തൊന്ന് ഉരുക്കിയാൽ പിന്നീട് നൂലിളകി പോവുകയൊന്നും ചെയ്യില്ല. വളരെ ഫിനിഷിങ്ങിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഇതൊക്കെയാണ് ഞാൻ ഡിസൈൻ ചെയ്തെടുത്ത ബോട്ടിൽ. എന്തിനാണ് ഇത്രയും ബോട്ടിലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എൻ്റെ വീട്ടിലെ ഷെൽഫിൽ വെക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ. അപ്പോൾ എൻ്റെ വീടിൻ്റെ തീം ബ്ലാക്കും വൈറ്റിലുമാണ്. മൊത്തം വീട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ടൊന്ന് യോജിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഡിസൈൻ ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് ബ്ലാക്കും വൈറ്റും അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ഒരു റെഡ് കളറും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ബോട്ടിൽ ഞാൻ ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അതിനൊരു ചരടൊക്കെ കെട്ടിയിട്ട് അത് നമുക്ക് ഹാങ് ചെയ്യാം. കണ്ടോ, ഇതേപോലെ അതിൻ്റെ ടോപ്പ് ഭാഗത്തൊരു ചരട് കെട്ടിയിട്ട് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു സെൻറ്റർ വരെ ബ്ലാക്കും അതിന് താഴെ പ്ലെയിനായി വിട്ടിട്ട് അതിന് താഴെ ബ്ലാക്ക് കൊടുത്തിട്ട് വൈറ്റ് ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ലിവിങ് റൂമിൽ പോയി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. സെറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ലിവിങ് റൂമിൽ ഓൾറെഡി ഇപ്പോഴുള്ള കുറച്ച് ഷോ പീസ് ഉണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിൽ ഫസ്റ്റ് കാണുന്നത് സാറ്റിൻ റിബൺ കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കി അത് കപ്പും സോസറും വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ വീഡിയോ യൂട്യൂബിലുണ്ട്, അത് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് ഉപ്പ് പൊടി നമ്മൾ കളർ ചെയ്ത് ബോട്ടിലിൽ ഇട്ടതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ ഈ കാണുന്നത് നമ്മുടെ അരിപ്പൊടിയും ചായപ്പൊടിയുമാണ്. അത് ലെയറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെയാണ് മുകൾ വശത്തും. ഇതും അരിപ്പൊടിയും ചായപ്പൊടിയുമാണ്. തൊട്ടിപ്പുറത്തുള്ള ബോട്ടിലിൽ അടുക്കളയിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, അരിപ്പൊടി, ചായപ്പൊടി ഇതൊക്കെ ഇട്ട് സെറ്റ് ചെയ്തതാണ് കോഫി ബോട്ടിലിൽ. അതേപോലെ തന്നെയാണ് തൊട്ട് മുകളിലും ബോട്ടിൽ ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് പയറ്, പരിപ്പ്, ചോളം അതൊക്കെ സാധാരണ നമ്മൾ കിച്ചണിൽ കറി വെക്കാൻ യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും അതിലുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതുമാത്രമല്ല, നമുക്കിപ്പോൾ ഒരു മാസം വെച്ച് ഇത് വേണ്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് മാറ്റിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് 2.5 വർഷത്തോളമായി ഞാൻ യൂസ് ചെയ്യുന്നു. അതിൻ്റെ അടിയിൽ ചെറിയ പൊടി വന്നു എന്നല്ലാണ്ട് വേറൊരു മിസ്റ്റേക്കും അതിന് വന്നിട്ടില്ല. കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടുമില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ട്രീ ആണ്. ഈ ട്രീ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിൽ അലുമിനിയം ഫോയിൽ ഉണ്ട്, അതുപോലെ ടേപ്പ്, പെയിൻറ്റ് അങ്ങനെയൊക്കെ കൂടി മൊത്തത്തിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തതാണ്. അതെൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണിട്ട് കുറച്ച് ഡാമേജ് ഉണ്ട്. പിന്നെ ഒരു എയർ ഫ്രഷ്നറും കൂടിയുണ്ട്. ഇതാണ് മൊത്തം ഇതിലിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ. നമുക്കിതൊക്കെ മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. കണ്ടോ, നമ്മൾ ഡിസൈൻ ചെയ്തെടുത്ത ബോട്ടിലാണ്. ഞാൻ ഇതുപോലെയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതിന് ബ്ലാക്കിന് പകരം വേറെ എന്തെങ്കിലും കളർ ചെയ്യാമായിരുന്നില്ലേ ബോട്ടിലിന് എന്ന്. പക്ഷെ ഞാനത് ചെയ്യാതിരുന്നത് റെഡോ അല്ലെങ്കിൽ വൈറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അത് വേണ്ട, കോമൺ ആയിട്ട് ഇതുമായിട്ട് ഇഴകിച്ചേർന്ന് പോകണം. അതാണ് അതിൻ്റെ ഒരു ഭംഗി. ബ്ലാക്ക് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് കളറാണ്. അപ്പോൾ എനിക്കതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇപ്പം ഞാൻ സെറ്റ് ചെയ്തത് ഈ രീതിയിലാണ്. പക്ഷേ ഇവിടെ ലൈറ്റിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് വീഡിയോയിൽ അത്ര ക്ലാരിറ്റിയിൽ കിട്ടുന്നില്ല. നേരിട്ട് കാണുന്ന അത്ര ഒരു ഫിനിഷിങ് വീഡിയോയിലില്ല. നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ കളർ തീം അനുസരിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീം വെച്ചിട്ട് വേണം ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
ഞാനിപ്പോൾ ലിവിങ് റൂമിൽ വാൾ ഫാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സീലിങ്ങിൽ ഫാൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹുക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് 2 ബോട്ടിൽ ഹാങ് ചെയ്യാം. ഞാൻ നേരത്തെ ഡിസൈൻ ചെയ്ത് കാണിച്ചില്ല. ആ 2 ബോട്ടിലും നമുക്കിവിടെ ഹാങ് ചെയ്യാം. ഇതിന് മുമ്പേ അവിടെ ഒരു ഹാങ്ങിങ് ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയതാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ ആ 2 ബോട്ടിലും ഇവിടെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. സാധാ ബോട്ടിലെന്ന് പറഞ്ഞ് തള്ളാൻ പറ്റില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു വീഡിയോയിൽ ലൈറ്റിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് അത്ര ഫിനിഷിങ് വരാത്തത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കിതൊരു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇന്ന് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.